ഗൈസ്, അപ്പം നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഇന്ന് നമ്മുടെ റിയയുടെ അപ്പച്ചൻ്റെ ബർത്ത്ഡേ ആണ്. ഇപ്പോൾ ഇന്ന് ഇൻട്രോ എടുക്കാൻ ഞങ്ങളുടെ ഒരു മാത്രമേ ഉള്ളൂ. കാരണം അവരൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇവിടെ വന്നിട്ട് നമ്മുടെ സംഭവങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഗിഫ്റ്റൊന്നും മേടിക്കുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് പോയെല്ലാം വാങ്ങിച്ചത്. പിന്നെ ഇനി കേക്ക് എടുക്കാൻ പോകണം. പിന്നെ എന്തുവാ പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചത്. ഇത് അപ്പച്ചൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. തൂത്തുവാരി ഉണ്ട്. ഇവിടെ മൊത്തം മെസ്സായിട്ട് കിടക്കുവാണ്. നമ്മളിവിടെ വൃത്തിയാക്കട്ടെ കേട്ടോ. വന്നിട്ട് കാണാം. ഈ ഒരു സ്പോട്ടിലാണ് കേട്ടോ സംഭവങ്ങളൊക്കെ വെക്കാൻ പോകുന്നത്. കാരണം ഭിത്തിയിൽ ഒട്ടിക്കാൻ അങ്കിൾ സമ്മതിക്കത്തില്ല. ഭിത്തിയെ ഇളകിപ്പോരും, പശ എടുക്കുമ്പോഴത്തേനും ഇളകിപ്പോരുമെന്ന് പറയും. അപ്പോൾ നമുക്കിത് ഇങ്ങോട്ടേക്ക് എല്ലാം സെറ്റാക്കാം. ആദ്യം നമുക്കിപ്പോൾ ബലൂൺ ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് അത് വെക്കാം. ഞാൻ എല്ലാത്തിനൊക്കെ പാട്ട് പോകാടി. ഗൈസ്, അവർ നമ്മളെ ചതിച്ചു. മൊത്തം നട പിഞ്ചിപ്പോയി. ഇതില്ല, ഇതിനൊന്നിനുമില്ല. യെസ്, എനിക്ക് ബലൂൺ പൊട്ടുന്നത് ഭയങ്കര പേടിയാതെ. 15, 30 ബലൂണുണ്ട്. 15 സിൽവറും 15 റെഡും. 15, 30 ബലൂണിനകത്ത് ആകെപ്പാടുള്ളത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 എണ്ണമാണ്. ഇത് നോക്ക്, ബാക്കി ഇത്രയും വേസ്റ്റ്. നമ്മുടെ പൈസ പോയത് മാത്രം. ഇതെല്ലാം പിഞ്ചി പോയിരിക്കുകയാണ് ഗൈസ്. ഇത് കുറേ നാളായതായിരിക്കും. അവരെ കടക്കാരെയും കുറ്റം പറയാൻ പറ്റത്തില്ലായിരിക്കും. ഇതൊന്നും കുഴപ്പം. അങ്ങനെ നമ്മൾ പോപ്പർ മേടിക്കാൻ മറന്നുപോയായിരുന്നു. പിന്നെ നമ്മുടെ ബലൂൺ അതെല്ലാം മൊത്തം ചീറ്റി പോയിട്ടുണ്ട്. രണ്ടാമത് ഞങ്ങളിപ്പോൾ പോയി ബലൂൺ മേടിച്ച് കേക്ക് മേടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം വേറെ ആരുമില്ലല്ലോ, ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ എങ്ങനെ വീഡിയോ എടുക്കും? അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കേക്ക് മേടിച്ച് ബലൂണൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ സെറ്റാക്കട്ടെ. അവർ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്കെല്ലാം സെറ്റാക്കണം. ഓക്കെ, ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ വേപ്പിക്കട്ടെ. പിന്നെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യേണ്ടതെന്ന് ഒന്നും എനിക്കറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാവുന്ന കണ്ടറിയാം. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഈ ചെയറിലാണ് കേക്ക് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം നമ്മളിത് മണ്ടയ്ക്കത്തെ റൂമിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ടെറസാണ്. മണ്ടയ്ക്കത്തെ റൂമിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം അല്ലെങ്കിൽ അവൾ കയറി വരുമ്പോൾ തന്നെ കാണും. നമ്മൾ കയറി വന്നിട്ട് കുറേ നേരം കഴിഞ്ഞാൽ നമ്മൾ കേക്ക് സെറ്റിങ്സൊക്കെ ചെയ്യുന്നുള്ളൂ. ഇന്ന് അപ്പച്ചൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അപ്പച്ചൻ 5 മണിയാകുമ്പോഴത്തേക്കും വരത്തുള്ളൂ വീട്ടിൽ. സോ അപ്പോഴത്തേക്കും നമ്മൾ കേക്ക് കട്ട് ചെയ്തോളൂ. കേക്ക് മേടിച്ച് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു ഗൈസ്. ഇപ്പോൾ സമയം 5 മണിയായി കേട്ടോ. അവരൊക്കെ വന്നു. അവർ വന്നിട്ട് കുറച്ച് നേരമായി. റിയ അവിടെ വിഷമിച്ച് മോന്തയൊക്കെ ഉറപ്പിച്ച് ദേഷ്യപ്പെട്ട് ഇരിക്കുന്നുണ്ട്. കേക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ ഇവിടെ പുറത്താണ് കേട്ടോ. ആരുമില്ല, പിള്ളേരെല്ലാവരും അകത്താണ്. ഓക്കെ, അപ്പം അവൾ കേക്ക് മേടിക്കാൻ എൻ്റെ അടുത്ത് കേക്ക് മേടിക്കാൻ പോകാൻ കേക്ക് മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് പറയാനുണ്ടോ. ദേഷ്യപ്പെട്ട് വിഷമിച്ച് ഒക്കെ അകത്തിരിക്കുകയാണ്. ഇപ്പം ഇനിയും അപ്പച്ചനും കൊണ്ട് വന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് കാണാം കേട്ടോ. ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പം അവൾ വിഷമിച്ച് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ക്യാമറ ഓണാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അവരെ കാണിക്കാത്തത്. ഓക്കെ, ഇന്ന് അപ്പച്ചൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പച്ചൻ പണി കരിഞ്ഞ് വന്നു. ബർത്ത്ഡേ ബോയ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ പോണേ.
നോക്കൂ, ഇതാണ് കേക്ക് കേട്ടോ. റെഡ് വെൽവെറ്റ് ആണ്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച റെഡ് വെൽവെറ്റ് ഇതല്ല ഗൈസ്. എന്തൊരു ചെയ്യാനാന്ന് പറയാം. ഇങ്ങനെ സൈഡിലൊക്കെ മറ്റേ എന്തോന്ന് പൊടിയൊക്കെ ഉള്ള റെഡ് വെൽവെറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഗൈസ് ഇതെല്ലാം സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് അവൾ കരഞ്ഞു ഗൈസ്. കേക്ക് മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ നമ്മളോട് ആരോടും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പം അവളില്ല. അവളെ കൊണ്ട് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കിനും അവളെയും കൊണ്ട് പുറത്തോട്ട് പോകാൻ പറഞ്ഞ് കടയിലോട്ട് എങ്ങാണ്ട് പോയേക്കുവാണ്. അപ്പം അവൾ വരുമ്പോഴത്തേനും നമുക്ക് മണ്ടയ്ക്ക് കൊണ്ടുവന്നിട്ട് സെറ്റാക്കാം. നീ തുറക്കല്ലേ ഫസ്റ്റ് കേട്ടോ. ഗൈസ് ഇനി ഗിഫ്റ്റ് കൊടുക്കുന്ന സമയമാണ് കേട്ടോ. നമ്മൾ അപ്പച്ചനുള്ള ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും പറഞ്ഞു എല്ലാവരും വന്ന് പിടിക്കാൻ. അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞ് വന്ന് പിടിച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഇനി അപ്പച്ചനെ തുറന്നു നോക്കട്ടെ. കളർപ്പെടുത്തില്ലോ. വലിയ ഗിഫ്റ്റാണ്. വലിയ ഇത് അച്ചാതെ ഇടാൻ പറ്റുന്ന കുഞ്ഞു സമ്മാനം ആയതുകൊണ്ട് നമ്മൾ അവൾക്ക് വേറൊരു കുഞ്ഞു സമ്മാനങ്ങൾ കൊടുക്കാൻ പോവാണ്. അതെന്തുവാന്ന് പറയാമോ? കുഞ്ഞു വലുത് കൊടുക്കട്ടെ. എന്തായിരിക്കും? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ സ്വർണ്ണം കളിച്ചത്? ഇട്ടിട്ട് പിന്നെ കാണിക്കാം കേട്ടോ. അവളുടെ ഗിഫ്റ്റ് കിട്ടു. ലിപ്സ്റ്റിക് അവൾക്ക് എന്ത് ലിപ്സ്റ്റിക് വാങ്ങിച്ചു കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ലിപ്സ്റ്റിക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഇവരൊക്കെ പറഞ്ഞു ലിപ്സ്റ്റിക് ഒന്നും വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ ബർത്ത്ഡേ അല്ലേന്ന് ഓർത്ത് അങ്ങ് വാങ്ങിച്ചു ഗൈസ്. അപ്പച്ച നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സെലക്ട് ചെയ്ത കേട്ടോ. അപ്പച്ചൻ ഈ കളറൊക്കെ ഇടുവായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? എന്താ ഇങ്ങനെ സ്റ്റാച്ചു പോലെ നിക്കുന്നേ? പിന്നെ നല്ല ഗൈസ് അമ്മ ആണെങ്കിൽ തൊപ്പിയൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അപ്പച്ചൻ ഹാപ്പി. അപ്പച്ചന്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. സൂപ്പർ. സോ ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പച്ചന്റെയും ഇവളുടെയും ബർത്ത്ഡേ ആയിരുന്നു. ഇവിടെ മുട്ട കരച്ചിലൊക്കെ ആയിരുന്നു ഗൈസ് ഇവിടെ കിടന്ന. പിന്നെ ഇവിടെ എങ്ങനെയൊക്കെയോ മാറ്റി സെറ്റാക്കി വരുന്നതിന് മുമ്പ് ഞാൻ ഇതെല്ലാം അലങ്കരിച്ച് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതിന്റെ ഇടയ്ക്ക് 2 ഓട്ടോ ഒക്കെ ഓടി കേക്കൊക്കെ മേടിക്കാൻ പോയി. എല്ലാരും ഇവര് ചേച്ചി രാവിലെ ആലപ്പുഴയ്ക്ക് പോവാന്ന് പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആലപ്പുഴയ്ക്ക് പോയാൽ സ്റ്റുഡിയോയ്ക്ക് പോകും, അതിൽ പോയാൽ സിനിമ കാണാൻ. അപ്പൊ ഇവരിങ്ങനെ പോകുമ്പോ ഓരോ വീഡിയോ ഇങ്ങനെ വരും.
ഇതൊന്നും വന്നില്ല. എന്തായാലും ഞങ്ങളിവിടെ കേക്ക് മുറിക്കുന്നൊന്നും പ്രതീക്ഷിച്ചൊന്നുമില്ലല്ലോ, കയറി വന്നപ്പോ ഒന്നും കാണാഞ്ഞിട്ടൊന്നും. പ്രതീക്ഷിച്ച് 100-ല് 65. പിന്നെന്തിനാ കരഞ്ഞേ? ഒരു ബാക്കി 25. പിന്നെന്തിനാ കേക്ക് മേടിക്കാൻ പറഞ്ഞേ? എന്നിട്ട് എന്തിനാ കരഞ്ഞോണ്ടിരുന്നേ? കേക്ക് ആൾക്കൊന്നും അറിയത്തില്ല. ഞങ്ങൾ എന്നിട്ട് പത്രമുള്ളൂ പറഞ്ഞ് കളവാക്കുന്നില്ല. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കുറെ ഫോട്ടോ എടുത്ത് ചേച്ചി നമ്മൾ കൊണ്ട് അടി കൊടുത്തു, ലാസ്റ്റ് കൊടുത്തേ ഞാൻ കേട്ടോ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടിപ്പട്ടാളങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ, അതുകൊണ്ട് ഇല്ലെങ്കിൽ ഭയങ്കര അലപ്പറയായിരിക്കും ഗൈസ്. അത് അലപ്രായ പിന്നെ അത് മാത്രമല്ല ഇവിടെ എല്ലാം തൂക്കണം, അതിന്റെ ജോലി ഇവളാണ്. ഞാൻ ഇതെല്ലാം രണ്ടുപേരും വേണേ. ശരി ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പിന്നെ ഇനി കമന്റ്സിലൂടെ തന്നെ വിഷയം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു. you.